السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 14ാം ദിനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രബോധനം പ്രാരംഭദശയിൽ എന്നാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലന്നൂരിലെ ഹിറാ ഗുഹയിൽ നിന്നും ദിവ്യ സന്ദേശം ആവഹിച്ചുകൊണ്ട് പ്രവാചകത്വത്തിന്റെ കിരീടം ചാർത്തിക്കൊണ്ട്, കിരീടം അണിഞ്ഞുകൊണ്ട് പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അതിശക്തമായ പിന്തുണയും വറഖത്ത് ബിൻ നൗഫലിന്റെ അനുഗ്രഹവും സമ്പാദിച്ച് അല്ലാഹുവിൽ തവക്കുലാക്കി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹു നൽകിയ ആ ദിവ്യ സന്ദേശം ആദ്യം ഉൾക്കൊണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ചെറുപ്പത്തിലെ റസൂലുള്ളാഹിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുമാണ്. അങ്ങനെ പ്രബോധന ദൗത്യം തുടങ്ങി കുറച്ചു കാലത്തേക്ക് വഹയ്യ് നിലച്ചു. ഈ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശാരീരികമായും മാനസികമായും ഒരുങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു. കാരണം പ്രവാചകത്വത്തിന്റെ വലിയ ഭാരം വഹിക്കാൻ പോകുന്ന ആളായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആത്മീയമായും ശാരീരികമായും മാനസികമായും പാകപ്പെടേണ്ടതുണ്ട്. അതിനുള്ള പരിശീലനങ്ങളായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഹിറാ ഗുഹയിൽ വെച്ച് ഉണ്ടായ അനുഭവം, ആ ഒരു അവതീർണം താൽക്കാലികമായി നിലച്ചുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാനസികമായി വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഏകാന്തനായി പല മലമുകളിൽ പോയിരിക്കുകയും തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരു വലിയ പീഠം ഇട്ട് കസേരയിട്ട് ഇരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിരറ്റ് സന്തോഷിക്കുകയും അതോടൊപ്പം ഭയങ്കരമായ ഒരു ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടുകയും ചെയ്തു. പേടിച്ച് വിറച്ച് പനിപിടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ സമീപിക്കുകയും അങ്ങനെ പനിപിടിച്ച പ്രവാചകർ പുതച്ചുമൂടി കിടക്കുകയും ചെയ്തു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അടുത്ത ആയത്തുകൾ ഇറക്കുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. ഇഖ്റ കഴിഞ്ഞാൽ അതിനുശേഷം ആദ്യ 5 ആയത്തിന് ശേഷം രണ്ടാമതായി ഇറങ്ങിയത് ഈ 7 ആയത്തുകളാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതപ്പെട്ട് മൂടി കിടക്കുന്ന പ്രവാചക, ഖും നിങ്ങൾ എഴുന്നേൽക്കുക, ഫഅൻദിർ ഈ സമൂഹത്തിന് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുക, വറബ്ബക ഫകബ്ബിർ അല്ലാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തുക, അല്ലാഹുവിനെ നിങ്ങൾ മഹോന്നതനാക്കുക, വസിയാബക ഫതഹിർ നിങ്ങളുടെ വസ്ത്രം ശുദ്ധിയാക്കുക, വറുജ്സ ഫഹ്ജുർ എല്ലാവിധ വിഗ്രഹ ആരാധനകളെയും
വിഭാടനം ചെയ്യുക, നീക്കം ചെയ്യുക, ഉപേക്ഷിക്കുക. വലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ ആനുകൂല്യം പ്രതീക്ഷിച്ചുകൊണ്ട് നബിയെ നിങ്ങൾ നന്മ ചെയ്യരുത്. മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ ആനുകൂല്യം തേടിക്കൊണ്ട് ഗുണം ചെയ്യരുത്, നന്മ ചെയ്യരുത്. ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഇങ്ങോട്ട് എന്ത് നൽകിയാലും നൽകുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മ നമ്മൾ ചെയ്യണം. അതിന് സ്വാർത്ഥ താല്പര്യങ്ങൾ പാടില്ല എന്നർത്ഥം വരുന്ന ആയത്ത്. വലി റബ്ബിക ഫസ്ബിർ, നബിയെ അങ്ങനെ റബ്ബിന് വേണ്ടി നിങ്ങൾ ക്ഷമിക്കുക. ഈ ആയത്താണ് രണ്ടാമതായി ഇറങ്ങിയത്. പിന്നീട് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. അടുത്ത സൂറത്ത് അതായിരുന്നു. അതിലെ ഏതാനും ആയത്തുകളാണ് ഇറങ്ങിയത്. അങ്ങനെ ആയത്തുകൾ ഇടയ്ക്കിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആവേശത്തോടുകൂടി ഈ ഖുർആൻ ആയത്തുകൾ പഠിക്കുകയും അത് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ചുരുക്കം വരുന്ന അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചിട്ടുണ്ടെന്നും റസൂലുള്ളാഹി ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ പ്രചാരണം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ അറേബ്യയിൽ പരക്കാൻ തുടങ്ങിയിരുന്നു, മക്കത്ത് പരക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം വഹ്യ് വീണ്ടും നിലച്ചു. ഏകദേശം 5-6 ദിവസത്തോളം ഖുർആൻ ആയത്തുകൾ ഇറങ്ങാതെയായി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസിയായിരുന്ന അബൂലഹബിന്റെ ദുഷ്ടയായ ഭാര്യ പ്രവാചകനെ പരിഹസിച്ചു. മുഹമ്മദെ, നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചോ? എന്താ പുതിയ ആയത്തുകൾ കേൾക്കാത്തത്? നിന്റെ വീട്ടിൽ നിന്നും പുതിയ പുതിയ ആയത്തുകൾ കേട്ടിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് പുതിയ ആയത്തുകൾ ഇറങ്ങുന്നില്ലേ? നിന്റെ റബ്ബ് നിന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതും മാനസികമായി വല്ലാത്ത ഒരു വിഷമസന്ധിയിലെത്തി. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് വീണ്ടും അടുത്ത സൂറത്ത് ഇറങ്ങുന്നത്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ആനുകൂല്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ, മധ്യാഹ്ന സമയം തന്നെയാണ് സത്യം, പ്രകാശം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുൾ മുത്തിയ രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ അങ്ങയുടെ റബ്ബ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടില്ല. വല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ, ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ആഖിറമാണ് ഏറ്റവും ഉത്തമം. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സമ്മാനം നൽകാനിരിക്കുന്നു. അത് പരലോകത്തുള്ള മഖാമും മഹ്മൂദ് എന്ന് പറയുന്ന അത്യുന്നതമായ സ്ഥാനമാണ്. അപ്പോൾ നിങ്ങൾ സംതൃപ്തനാകും. അലം യജിദിക യതീമൻ ഫആവ, അല്ലാഹു ചോദിക്കുകയാണ്, അലം യജിദിക യതീമൻ ഫആവ, നബിയെ അങ്ങ് അനാഥനായിരുന്നില്ലയോ? എന്നിട്ട് അല്ലാഹു നിങ്ങളെ സനാഥനാക്കിയില്ലേ? നിങ്ങൾക്ക് അഭയം നൽകിയില്ലേ? വവജദക ആയിലൻ ഫഅഗ്ന, നബിയെ അങ്ങ് ദരിദ്രനായിരുന്നില്ലേ? പിന്നീട് അല്ലാഹു അങ്ങയെ സമ്പന്നനാക്കി. വവജദക ളാല്ലൻ ഫഹദാ, വവജദക ളാല്ലൻ, നബിയെ അങ്ങ് വഴിതെറ്റാനുള്ള വക്കിലായിരുന്നു, പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി. അപ്പൊ അനാഥനായിരുന്ന താങ്കളെ സനാഥനാക്കി, ദരിദ്രനായ താങ്കളെ ധനാഢ്യനാക്കി. വഴിവഴക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അള്ളാഹു വഴിവഴപ്പിക്കാതെ അങ്ങേക്ക് സന്മാർഗം നൽകി. ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകി. അതുകൊണ്ട് നബിയെ അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതാണ് ഈ ആയത്തിറങ്ങിയ സമയത്ത് തങ്ങൾ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള ആ ദിക്ർ ചൊല്ലി എന്നാണ്. അത് ഈ ആയത്ത് ഈ സൂറത്തിന് ശേഷം ഇതിന് ശേഷമുള്ള സൂറത്തുകൾക്ക് ശേഷവും അതിൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഏതായിരുന്നാലും ഈ വദ്ദുഹാ സൂറത്ത് ഓതിയോടുകൂടി അള്ളാഹു താൽക്കാലികമായി വഹി നിർത്തിവെച്ചത് തനിക്ക് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയും പരിശീലനങ്ങൾക്ക് വേണ്ടിയോ മാനസികമായ ഒരുക്കങ്ങൾക്ക് വേണ്ടിയോ ആണെന്ന് ബോധ്യപ്പെട്ട പ്രവാചകർ
വർദ്ധിത വീര്യത്തോടുകൂടി ആവേശത്തോടുകൂടി വീണ്ടും ദീനി പ്രബോധന മേഖലയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ രഹസ്യമായി പ്രവർത്തനം തുടങ്ങി. ആ പ്രവർത്തനത്തിൽ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, സയ്യിദന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സയ്യിദന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, തൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ മക്കയിലെ പ്രമുഖരായ പ്രമാണിമാർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നതോടുകൂടി ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ നവോന്മേഷവും ഊർജവും കൈവരികയാണ്. പ്രതിരോധിക്കാനാവാത്ത വിധം ഇസ്ലാം വളർന്നു പന്തലിച്ചപ്പോൾ മക്ക മുശ്രിക്കുകൾ പീഡനത്തിന്റെയും ആക്ഷേപത്തിന്റെയും പ്രകോപനത്തിന്റെയും വഴിയിലേക്ക് കടക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രസകരവും കൗതുകവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.